നമസ്കാരം. ലെമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഉപ്പും മുളകും എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ഒരു മുഖം ഓടിയെത്തും. ഒരുപാട് മുഖങ്ങൾ ഓടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം, പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനം. ബാലു ആണോ ബിജു ആണോ എന്താണ് പറയേണ്ടതെന്നൊരു പക്ഷേ പ്രേക്ഷകർക്ക് തന്നെ എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോയി. ശ്രീ ബിജു സോപാനം. ബിജു സോപാനമാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. നാടകത്തിലൂടെ കടന്നു വന്ന, സിനിമയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയൊക്കെ ഹൃദയം കീഴടക്കിയ ബിജു സോപാനത്തിൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ച്, ഉപ്പുമുളകും എന്ന മികച്ച പരമ്പരയെക്കുറിച്ച്, അതിലേറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാര് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബാലു പങ്കുവെക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. ഉപ്പും മുളകും എന്ന ഒരൊറ്റ പരമ്പര മാത്രം മതി. അതിൽ തന്നെ കുട്ടികളുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ കീഴടക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിക്കൂടിയത്? ഒരു കുട്ടിക്ക് അവൻ്റെ അച്ഛനിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ കാണും. അച്ഛൻ ഭയങ്കര കളിയായിരിക്കണം, അച്ഛൻ അവനെ കൊണ്ടുപോകണം, അച്ഛൻ അടിച്ചാൽ പോലും പിന്നെ തലോടണം, എന്നാൽ അച്ഛനായിട്ട് കളിക്കണം, കുസൃതി കാണിക്കണം എന്നൊക്കെ എല്ലാ കുട്ടികളുടെ റോൾ മോഡൽ അച്ഛനായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അച്ഛനാണ് ഈ ബാലു. അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞ് മക്കൾക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കുകയും ഐസ്ക്രീം കഴിച്ചാൽ തൊണ്ടവേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ വാങ്ങി കൊടുക്കുകയും എന്ന ഒരു കാര്യം ചെയ്യും. ഇന്ന് നല്ല മഴ, ഇന്ന് സ്കൂളിൽ പോകണ്ട, നമുക്കെല്ലാം കൂടെ ഒരു പുതപ്പിനോട്ട് കെട്ടിപ്പിടിച്ച് പഴയ കഥകളും പറഞ്ഞ് കപ്പയൊക്കെ പുഴുങ്ങി മുളക് ഉടച്ച്. അപ്പോൾ ഇത് ആർക്കാണ് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത? എന്നാൽ പറയും മക്കളെ പഠിക്കണം, അല്ലെങ്കിൽ അച്ഛനെ പോലെ ആയിപ്പോവും, പഠിച്ച് നല്ല എന്ന് പറയുമ്പോഴേ പിള്ളേർക്ക് ഒരു തലകൊടൽ, ഒരു കുളിർക്കാറ്റ്. അടുത്ത ഭാര്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ വലിയ കുഴപ്പക്കാരനല്ല, അനുസരണശീലമുള്ള ഭർത്താവും, എന്നാൽ ചെറിയ ചെറിയ കുസൃതികളും കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഏത് ആൾക്കാർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബാലു. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും 2 വയസ്സായ കുട്ടികൾക്ക് ബാലു എന്ന് വിളിക്കാനാണ്. ഒരിക്കലും ബാലു ചേട്ടാന്ന് ബാലു അങ്കിളേന്ന് വിളിക്കാറില്ല. ബാലു നമുക്ക് 2 വയസ്സായി വെച്ച്. അപ്പോൾ അതിലെനിക്കതൊരു ഒരു ഭാഗ്യം, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം നമ്മളൊരു കഥാപാത്രത്തിലൂടെ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കുട്ടികളെയാണ് ഏറെ ഇഷ്ടം, കുട്ടികൾ തന്നെയാണ് ഏറെ ഇഷ്ടപ്പെടുന്നതും. മോളോട് പറയാറുള്ളത് എന്താണ്? ഇപ്പോൾ കുട്ടികളോട് പറയാനുള്ളത് എന്താണ്? അല്ല, ഞാൻ എൻ്റെ മോളോട് ഒരിക്കലും പഠിക്കാനും പറയില്ല. കാരണം ഞാൻ പറഞ്ഞു, പഠിച്ചിട്ട് നാളെ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് വിഷമം കൊണ്ട് വരരുത്. പിന്നെ പുസ്തകങ്ങൾ വായിക്കുക, അതിപ്പോൾ എനിക്ക് തോന്നുന്നു അത് അന്യം നിന്ന് പോയ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. കാരണം അക്ഷരങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. പിന്നെ എന്താ, നല്ല നല്ല കലകൾ ആസ്വദിക്കുക, കുറഞ്ഞു യാത്രകൾ പോവുക. കുട്ടികളോട് പറയാനുള്ളത് എനിക്ക് അതാണ്. പിന്നെ ഈ പറഞ്ഞുള്ള എന്താ കുട്ടികളുടെ പറയാനുള്ളത്, പഠിക്കാന്ന് പറഞ്ഞാൽ ദേഷ്യം വരും. പഠിക്കാൻ പറയാതെ പഠിപ്പിക്കുക, പഠിക്കാൻ ഭാരമില്ലാതെ പഠിപ്പിക്കുക, മാക്സിമം സന്തോഷമായിട്ടിരിക്കുക. പിന്നെ മൊബൈലിൽ കളിക്കുന്നത് നമ്മളെപ്പോഴും പറയും. ഇന്ന് എനിക്കറിയില്ല മൊബൈലിൽ നോക്കാൻ. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മോളെ കൈ കൊടുത്ത് അത് എടുത്തു തരാം. അപ്പോൾ അത് നല്ല വശങ്ങൾ മാത്രം നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വശങ്ങൾ കൊണ്ടുപോകുക. കൊടുക്കാതിരിക്കണ്ട, മൊബൈൽ കൊടുക്കാതിരിക്കണ്ട. കാരണം കൊടുക്കാതിരുന്നാൽ അതിൽ നിന്ന് അന്യം നിന്ന് പോയി ഇനി അങ്ങോട്ട് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് വരുന്നതൊക്കെ. ഇതിലൂടെയുള്ള യാത്രയാണ് ഇനി കുട്ടികൾക്കുള്ള. തിരുവനന്തപുരം ഭാഷയിൽ രാജമാണിക്കും കയ്യടി നേടും. ഇപ്പോൾ കാപ്പ ഇറങ്ങിയപ്പോഴൊക്കെ തിരുവനന്തപുരം സ്ലാങ്ങിൽ പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ കയ്യടിയാണ്. ആ ഒരു ഭാഷയെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം അതെങ്ങനെയാണ് ഉപ്പുമുളകിലെ ബാലുവിനെ വ്യത്യസ്തനാക്കി? നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഭാഷയിൽ പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവിത ശൈലിയും ഭാഷയായിട്ട് ഒരുമിച്ചടങ്ങുക, അതാണ് ഏറ്റവും വലിയ. മറ്റതല്ല, സംസാരം വേറെ പ്രവൃത്തി വേറെ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല ഇതിലും. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ പറയും എന്താണ് എന്ന് ചോദിച്ചിട്ട് ദേഷ്യം വരും. ഇതല്ല, ദേഷ്യം വരുമ്പോഴും ആ ഭാഷയ്ക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിന് അനുസരിച്ചുള്ള ഭാഷയും പിന്നെ ഈ പൊറുതിശീലം എന്ന് പറയില്ലേ, നമ്മൾ പറയും, നമ്മുടെ നാട്ടിൽ പറയും പൊറുതിശീലം എന്ന് പറയും അല്ലേ, പൊറുതിശീലങ്ങളാണ്. അപ്പോൾ അതേ ശീലങ്ങൾ നമ്മളെ ഭാഷയിലുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ ഒരു ഇമ്പമാണ്, അതിനൊരു താളമുണ്ട്. അതിനായിട്ട് വേണ്ട ഭാഷ എല്ലാവർക്കും ആദ്യമൊക്കെ കുറച്ച് ഇതുപോലെ തോന്നിയിരുന്നു. കാരണം പെട്ടെന്ന് മനസ്സിലാവില്ല, സ്പീഡ് കൂടുതലാണ് നമുക്ക്. ആ ഭാഷയാണ് ഇപ്പോൾ മലബാറുകാരും കണ്ണൂറുകാരൊക്കെ ഭയങ്കര ഏറ്റെടുത്ത് നമ്മളെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നു. എനിക്ക് മാത്രമല്ല, ഈ ഉപ്പുമുളക് മൊത്തത്തിൽ മലബാർ ഏരിയയിലാണ്. ഉപ്പുമുളകും എന്ന പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും വളരെയധികം പ്രസക്തമാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ മികവുകൾ പ്രകടിപ്പിക്കാനുണ്ട്. അതിപ്പോൾ താങ്കളിൽ തുടങ്ങി പാറുക്കുട്ടി വരെ. ഈ ഉപ്പുമുളകിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? വ്യക്തിപരമായി താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? എൻ്റെതോ? എൻ്റെ ക്യാരക്ടറാണോ? മൊത്തത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ അതോ മനുഷ്യയെ മാറ്റി നിർത്താം. കേശുവിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവൻ പഠിക്കാതിരിക്കുമ്പോഴും അവനിങ്ങനെ ശ്രദ്ധിച്ച് പിന്നെ അല്ലാതെ തന്നെ ഞാനുമായിട്ട് നല്ലൊരു പേഴ്സണൽ ബന്ധമുണ്ട്. അവൻ പലപ്പോഴും എന്നെ പറഞ്ഞു, അച്ഛൻ ഞാൻ അച്ഛനാണ് ഫോളോ ചെയ്യുന്നത്, അച്ഛൻ്റെ അപ്പോൾ അവനറിയാം കാവല സാറിൻ്റെ അവിടെ നിന്ന് വന്നതാണ്, അപ്പോൾ എങ്ങനെയൊക്കെ സംസാരിക്കണത്, എങ്ങനെയൊക്കെ അഭിനയിക്കണം എന്നൊക്കെ അവനിങ്ങനെ അവൻ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്നല്ല, പക്ഷേ എന്നാലും പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കേശുവിനെ പറയാൻ പറ്റും. എല്ലാവരും അച്ഛൻ തന്നെ വിളിക്കുന്നത്, എല്ലാവരും സ്നേഹത്തിന് ഒരു കുറവില്ല, എല്ലാവരും അച്ഛൻ തന്നെ വിളിക്കുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മറ്റുള്ള കുട്ടികൾക്ക് വിഷമം തോന്നൂലേ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ കേശുവിൻ്റെ സ്ഥാനം എന്തായി, കേശു നന്നായിട്ട് പോയാൽ ഇപ്പോൾ മോൻ നല്ല രീതിയിൽ പോകണമെങ്കിൽ മോൻ്റെ പേര് പറയും എന്ന് പറയും പോലെ. ഇപ്പോൾ 5 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ആരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരാളെ പേര് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ്റെ പ്രവൃത്തിയുണ്ട്, ആ പ്രവൃത്തിക്ക് നമ്മൾ പറയുന്നതാണ് അവൻ്റെ മാർക്ക്. അപ്പോൾ ആ മാർക്ക് നമ്മൾ തീർച്ചയായും കൊടുക്കണമല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സൂചിപ്പിക്കാൻ വേണ്ടി അവൻ്റെ മാർക്ക് നമ്മൾ താഴ്ത്തി വയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ കേശുവിനാണ് ഇഷ്ടം. കാവാലം നാരായണ പണിക്കർ സാറുമായിട്ടുള്ള ആ ഒരു അനുഭവം, ആ ഒരു കാലഘട്ടം, നാടകം എങ്ങനെയാണ് ബിജു സോപാനം എന്ന കലാകാരനെ പരുവപ്പെടുത്തിയത്? നാടകം പരുവപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടകം മാത്രമല്ല അവിടെ നിന്ന് പഠിച്ചത്, ജീവിതാനുഭവവും ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ആൾക്കാരുടെ ഇടപഴകണമെന്നും ഒക്കെ പഠിപ്പിച്ചു തന്ന ഗുരുവാണ് ശ്രീ കാവലം സാറ്. കാവലം സാറ് മാത്രമല്ല, അവിടുത്തെ സീനിയേഴ്സായിട്ടുള്ള മോനി ചേച്ചി, അല്ലെങ്കിൽ പിന്നെ ഗിരീഷ് ചേട്ടൻ, അയ്യപ്പൻ ചേട്ടൻ, പിന്നെ അങ്ങനത്തെ ശ്രീകുമാരേട്ടൻ, അങ്ങനത്തെ ഗോവിച്ചേട്ടൻ, മരിച്ച ഗോവിച്ചേട്ടൻ, പിന്നെ അറിയാമല്ലോ മരിച്ച ഗോവിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ കളരി ഗോവിച്ചേട്ടൻ, അല്ലാത്ത അത് ഗോവിച്ചേട്ടനുണ്ട്, വേണുചേട്ടനുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ രീതികളും കാര്യങ്ങളും അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ഈ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പിന്നെ നാടകത്തിൽ ഈ പറയും പോലെ നാടകം ചെയ്ത വേഷങ്ങളുടെ ഒരു ബലം തന്നെയാണ് വീണ്ടുമുള്ള പിന്നോട്ടുള്ള ഇപ്പോഴുള്ള വേഷങ്ങൾ കൈയാളുമ്പോൾ ഉള്ള ധൈര്യം. നാടകത്തിലൂടെയാണ് മിനി സ്ക്രീനിലേക്ക് പിന്നീട് സിനിമയിലേക്കൊക്കെ വന്നത്. പക്ഷേ അപ്പോൾ നാടകം എന്ന് പറയുന്നത് നാടക കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ ഹൃദയത്തോട് ചേർന്നതാണ്. പ്രത്യേകിച്ച് അവർ ഒരുപാട് മൂല്യങ്ങൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? കണ്ടെത്താം, ഗുരുക്കന്മാരെ കണ്ടെത്താം നമുക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അപ്പോഴത്തെ എങ്ങപ്പെടുന്ന ആളാണല്ലോ. അപ്പോൾ ഈ ചോദ്യം എപ്പോഴും പല കാലഘട്ടങ്ങളിലാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കളരി ഗുരുവിൻ്റെ അടുത്ത് നിന്ന് എന്തുമാത്രം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും പിന്നെ അടുത്ത് പറഞ്ഞു നൽകുമോ, അല്ലെങ്കിൽ അവർ അറിവ് പകർന്നു നൽകാൻ വിസമ്മതിച്ചാൽ നാളൊരു കാലത്ത് ഈ കല അന്യം നിന്ന് പോകില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സാറിൻ്റെ അവിടെ നിന്ന് പകർന്നു തന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടകം പഠിപ്പിച്ചു. അതേ സമയത്തിന് സാറ് ഞങ്ങളെ വെച്ചിട്ട് കുട്ടികൾക്ക് നാടകം പഠിപ്പിക്കുമായിരുന്നു. അന്ന് ആലപ്പുഴയിലും കാവാലത്തുമൊക്കെ നാടക കളരി നാടക സ്കൂളിലെ വേനലവധി കാലങ്ങളിൽ അപ്പം ഞാൻ സാറിൻ്റെ നാടകങ്ങൾ പല നാടകങ്ങളും ഞാൻ സ്കൂളുകളിലും അവിടെയൊക്കെ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവസരം അപ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെ അറിയാമെന്നും നമുക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തറിയാം നമ്മൾ അറിയുന്നത് തന്നെ. അപ്പോൾ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി അവർ മനസ്സ് കാണിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ തലമുറ. എനിക്ക് തോന്നുന്നില്ല ആരും ഇപ്പോൾ ഒരു നാടക കളരിയിൽ ഒരു 22 വർഷം നിൽക്കുമെന്ന്. കാരണം ഞാൻ മാത്രമല്ല, ഈ പറയുന്ന എൻ്റെ സീനിയേഴ്സായിട്ടുള്ള എല്ലാവരും 10, 20, 30 വർഷങ്ങളോളം നിന്നു. അതോ അല്ലെങ്കിൽ സിനിമയുടെ ലാക്കാക്കി മാത്രമല്ല നിന്നത്. സിനിമ വരും പോവും വരട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു നാടകത്തിൽ നിൽക്കണമെങ്കിൽ അറിയാമല്ലോ, സാമ്പത്തികമായിട്ട് ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അത്രയും നമുക്ക് ആ ഒരു ഡെഡിക്കേഷനും അതിനുള്ള അർപ്പണ മനോഭാവം തന്നെ അത് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തൊക്കെ അറിയണമെന്നുള്ളൊരാഗ്രഹം അഭിനയത്തിൻ്റെ രീതിയിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും, ഇപ്പോൾ നമ്മുടെ ഒരു പുരാണ ക്ലാസിക് സംഭവങ്ങളായിരുന്നാലും അതൊക്കെ നമുക്ക് അറിയണമെന്നുള്ളൊരു ആഗ്രഹം തോന്നില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഗുരുക്കന്മാർ അത് എൻ്റെ ഭാഗ്യം അവിടെ ചെന്നത്. ഇനി വരും തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ അവരെ തേടണം, അവർ നമ്മളെ തേടണം എന്നുള്ളൊരു നമ്മൾ തേടി പോയതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത്ര ഞാനിപ്പോൾ ഒരു കാവല സാർ ഒരിടത്തുണ്ടെന്നും നാടക കളരി ഉണ്ടെന്നും നമ്മൾ തേടിപ്പോയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അല്ല പറഞ്ഞു വിടത്തില്ല. ഇപ്പോൾ ഒരാൾ വന്ന് നാടകത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നാടക പ്രവർത്തകരെ സംബന്ധിച്ച് അവരെപ്പോഴും സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ പലരും അത് ചർച്ച ചെയ്യാറില്ല. താങ്കൾ എങ്ങനെയാണ് അതൊക്കെ ഓർക്കുന്നത്? അല്ല, നമ്മൾ സമൂഹ ജീവിതത്തിനുള്ള ഉത്തമ ബോധം തന്നെയാണത്, വേറെ ഒന്നുമില്ല. നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ആ ഒരു ബോധം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് രീതിയിൽ പ്രതികരിക്കുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മാധ്യമം എന്ന് പറയുന്നത് നാടകം കല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും നമ്മുടെ വിഷമങ്ങളായിട്ട് കണ്ടുകൊണ്ട് നമ്മളങ്ങ് ഇറങ്ങിത്തിരിക്കും. ഇപ്പോൾ വേലിക്കുട്ടി ആശാൻ വേലിക്കുട്ടി ആശാൻ്റെ മനസ്സ് അറിയാമല്ലോ എന്താണ്. അപ്പോൾ അത് തന്നെ സന്തോഷിന് അത് എത്രയും പെട്ടെന്ന് എല്ലാവരെയും പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ബോധം. പലൻസിയർ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ കാണിക്കത്തില്ലേ, അത് പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പം നല്ല സൗകര്യമുണ്ട്, സിനിമയിൽ വന്ന് നാടകം പോലെ അല്ല, കാശൊക്കെ ഉണ്ട്.
വേണമെങ്കിൽ വെറുതെ ഇരിക്കാം. പക്ഷെ അതല്ല, എന്തെങ്കിലും ഞാൻ കാരണം 10 പേർക്ക് ഗുണം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് പുള്ളി അതേ ഇറങ്ങുന്നത്. അതുപോലെ ഇപ്പോൾ എല്ലാവരും ഇപ്പം ഒരു ബോധവൽക്കരണ, ഇപ്പോൾ കൊറോണ വന്നു, ഇപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നില്ല, എന്നെ ഇപ്പോൾ പോലീസിൻ്റെ അസോസിയേഷൻ വരെ വന്ന് വിളിച്ചുകൊണ്ട് പോയി, ഓരോരോ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്കെന്നെ വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല. അതെനിക്കൊന്ന് കലാകാരന്മാർക്ക് മാത്രമുള്ളൊരു ഇതാണ് തോന്നുന്നു.